അതെ അച്ഛാ. അതെ അതെ അതെ, അമ്മ ഇപ്പൊ പറഞ്ഞ കാര്യം ചോദിക്കാനാ ആണാ? അതൊന്നും അല്ല, നാളെ നിങ്ങൾക്ക് ക്ലാസ്സിലെ കേക്ക് ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലണം. നല്ല പണിയും കൊണ്ടാണല്ലോ എന്റെ മക്കള് വന്നിരിക്കുന്നത്. ആന്താ ചേച്ചിയമ്മ അങ്ങനെ പറഞ്ഞേ? ദേ, എനിക്കിത് മുഴുവൻ നോക്കി തീർക്കേണ്ടത്. എനിക്ക് കേക്ക് ഉണ്ടാക്കാനൊന്നും പറ്റില്ല. നമുക്ക് ഏതെങ്കിലും ബേക്കറിന്ന് വാങ്ങിക്കാം. ഏയ്, അത് പറഞ്ഞാ പറ്റില്ല. ഹോം മെയ്ഡ് കേക്ക് തന്നെ വേണോന്നാ. കുട്ടികളുടെ പാചകത്തിലെ വാസന വികസിപ്പിക്കുന്നതിനുള്ള പരിപാടിയാ. അതിപ്പോ എന്ത് വികസന പരിപാടിയാണെങ്കിലും പെട്ടു പോകുന്നത് ഞങ്ങള് പാരന്റ്സ് അല്ലേ. നോക്കുമോളെ, കേക്കൊന്നും അത്ര എളുപ്പം ഉണ്ടാക്കാൻ പറ്റില്ല. ആര് പറഞ്ഞു? ഇത്ര ഈസി ആയിട്ടുള്ള കാര്യം വേറെ ഇല്ലേ? അച്ഛനുണ്ടാക്കാൻ അറിയാവോ? അറിയാവോന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ടില്ലേടി അച്ഛനിങ്ങനെ ഇവിടെ നിക്കണേ. ആണോ വിഷ്ണു അച്ഛാ? പിന്നല്ലാതെ. അതെ, നിങ്ങളുടെ അമ്മയ്ക്ക് വലിയൊരു തോന്നലുണ്ട് ഇവള് വലിയ പാചകറാണിയാന്നും കുടുംബശ്രീ ശാരദയുടെ മകളാന്നും ഇവരുടെ കുടുംബത്തിന് മാത്രമേ പാചകം അറിയുന്നുള്ളൊരു വല്ലാത്ത തോന്നല അവരുടെ. പക്ഷെ അതൊന്നല്ല സത്യം. പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നു ഒരു പാചകക്കാരൻ അമ്മാവൻ. ആ പുള്ളി അടപ്രഥമം വെച്ചാണ്ടല്ലോ, അതിന്റെ രുചി ഇങ്ങനെ നാവിൽ ഒരാഴ്ച നിൽക്കും. ആ അമ്മാവന്റെ കൈപ്പുണ്യം മൊത്തം കിട്ടിയിരിക്കണത് എനിക്കാന്ന് അമ്മ പറഞ്ഞിരിക്കണേ. എന്നാ പിന്നെ പിള്ളേർക്ക് കേക്ക് വിഷ്ണുവേട്ടൻ തന്നെ ഉണ്ടാക്കി കൊടുക്ക്. ആ പാചകക്കാരൻ അമ്മാവന്റെ കഴിവ് വിഷ്ണുവേട്ടന് കിട്ടിയിട്ടുണ്ടോന്നും അറിയാലോ. അത് ശരിയാ. എന്നാ പിന്നെ അച്ഛനുണ്ടാക്കി തന്നാ മതി കേക്ക്. കേക്ക് വിഷ്ണു അച്ഛൻ തന്നെ ഉണ്ടാക്കിയാ മതി. ഒന്ന് ഉണ്ടാക്കി കൊടുക്കും മാഷേ, അറിയാവുന്ന പണിയല്ലേ. അതെ, കളിയൊക്കൊന്നും വേണ്ട. വേണ്ടി വന്നാലേ നല്ല ഒന്നാം തരം കേക്ക് ഞാൻ ഉണ്ടാക്കും. എന്റെ മാഷേ, നമുക്കിവിടെ വേണ്ടതേ വാചകമല്ല, പാചകമാ. അത് ചെയ്ത് കാണിക്കാൻ പറ്റോ ഇല്ലേ? ഞാൻ കാണിക്കും. അതെ, നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ഒരു ഭാവമുണ്ട്, ആണുങ്ങൾക്ക് പാചകം പറ്റില്ല എന്ന്. അതെ, എന്നാ കണ്ടോ, ഞാനേ ഈ വെല്ലുവിളി ഉണ്ടല്ലോ അത് സ്വീകരിച്ചിട്ട് കേക്ക് ഉണ്ടാക്കാൻ പോവാ കേട്ടാ. അതിന് മുമ്പ് ഒരു സാധനം വേണല്ലോ. ഇത് മതി. എന്തിനാ വിഷ്ണു അച്ഛാ? അതൊക്കെ ഇതെന്തിനാ അച്ഛ തലയെ കെട്ടുന്നത്? ഓള് സിനിമ കണ്ടിട്ടില്ലേ, ഈ ആണുങ്ങൾ പാചകം ചെയ്യാൻ പോകുമ്പോ തലയിൽ കെട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കെട്ട്. അത് മസ്റ്റാണ്. ഇതൊക്കെ എവിടെ? ഇതിപ്പോ എങ്ങനെയും തുടങ്ങാ? എന്താ വിഷ്ണു അച്ഛ ആലോചിച്ച് നിക്കുന്നേ? അത് തുടങ്ങാല്ലേ? അമ്മേ, അച്ഛൻ കേക്ക് ഉണ്ടാക്കാൻ പോവാ. ഞാനൊന്ന് നോക്കട്ടെ. ആദ്യം മൈദ. മൈദ എവിടെയാ? ഇതന്നെയല്ലേ മൈദ? അതെ, എനിക്കറിയാലോ, ഞാൻ അറിയൂന്ന് ടെക്സ്റ്റ് ചെയ്തതാ. മൈദ ആദ്യമുണ്ടല്ലോ മക്കളെ, ഈ മൈദ ഇങ്ങനെ കുറച്ചിങ്ങനെ ഇങ്ങനെ ബൗളിലേക്ക് ഇട്. കുറച്ച് ഇതൊക്കെ അച്ഛ എപ്പോഴേ തുടങ്ങിയതാ മക്കളെ. ഇനിയിപ്പോ എന്താ? ഇനി നമ്മൾ മുട്ടയെടുക്കാൻ പോടും. വിഷ്ണു അച്ഛാ, ഫോണിൽ നോക്കണോ? എന്തിന്? യൂട്യൂബിന്റെ ഒന്നും ആവശ്യമില്ല, ഇതൊക്കെ എനിക്ക് അറിയണല്ലേ മക്കളെ. യൂട്യൂബ് ഒന്ന് നോക്കിക്കൂടാ, എല്ലാ കളമാരാ. ഇനി നമ്മൾ മുട്ട പൊട്ടിക്കുന്നു. ഇതിപ്പോ എങ്ങനെ പൊട്ടിക്ക? കേട്ടാ, ഇങ്ങനെയാണ് മുട്ട പൊട്ടിക്കുക കേട്ടാ.
ആ മക്കളെ, എന്റെ മക്കൾ ഇതൊക്കെ കണ്ട് പഠിക്കണേ. ദേ, നിങ്ങളുടെ സ്കൂളിലെ ഈ കേക്ക് ആയിരിക്കും ബെസ്റ്റ് കേക്ക്. അല്ല എനിക്കറിയട്ടെ മക്കളെ, കോൺസെൻട്രേഷൻ കളയിൽ പറയട്ടാ. ഓക്കെ. അച്ഛൻ ചെയ്തോളൂ അമ്മേ. വിഷ്ണുച്ച ഫോണിൽ നോക്കണോ? ഒരൊറ്റ മിണ്ടിപ്പോരിത്. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അല്ലേ അമ്മ എന്ത് എഴുതി? അച്ഛനിതൊന്നും അറിയില്ലെന്നോ?